ന് വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് ഇന്നലെ രാത്രി തന്നെ അത് എൻ്റെ മൈൻഡിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സാധനം. എങ്ങനെയെങ്കിലും ഒന്ന് രാവിലെ അത് ചെയ്യാം എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ. ജാഫ്രങ്കിളെ എനിക്ക് നിങ്ങളെ പേഴ്സണലി അറിയില്ല. എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. വല്ലായി ആണ് ഞാൻ പറയുന്നത്. ഐ സ്വെയർ ടു ഗോഡ്, ഞാൻ നിങ്ങളെ എൻ്റെ അച്ഛനെ പോലെ കണ്ടിട്ടാണ് സംസാരിക്കുന്നുള്ളത്. നിങ്ങളുടെ മകളുടെക്കാളും 3-4 വയസ്സ് മൂത്തതാണെന്നുണ്ടെങ്കിൽ മകളായിട്ട് തന്നെ നിങ്ങൾ കണ്ടോളൂ. നിങ്ങളെ കുറേ പേര് ചേർന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. കുറേ പേര് ചേർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മകളിനോടുള്ള സ്നേഹത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നുള്ളത്. നിങ്ങളുടെ ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, ഇപ്പം മകൾ അതിനകത്ത് ജാസ്മിൻ അതിനകത്ത് കളിച്ച ഗെയിമിനെ ഞാൻ 101% ഇപ്പോഴും എതിർക്കുന്നു. അതിനോട് ഞാൻ 1% പോലും യോജിക്കുന്നില്ല. അതിനകത്ത് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ എന്തു തന്നെ പറഞ്ഞാലും ഒരച്ഛനെ മകളെ അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോലെ 50 ലക്ഷം കിട്ടുമായിരിക്കും, കപ്പ് കിട്ടുമായിരിക്കും, എല്ലാം ഓക്കെ. ഇദ്ദേഹത്തിന് നിങ്ങൾക്കറിയാലോ, ഹെലനോസ് പാട്ട എന്ന് സ്വയം വിളിക്കുന്ന ധന്യ എന്ന പേരുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. അതായത് ടിക്ടോക്ക് മുതലേ നമ്മളെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ താരമാണ് ഹെലനോസ് പാട്ട. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാം, ഞാനൊരു ജാസ്മിൻ ഫാൻ അല്ല. കാരണം എൻ്റെ പ്രീവിയസ് വീഡിയോസ് എല്ലാം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ജാസ്മിനെ ഞാൻ ഇതേപോലെ എല്ലാ കാര്യങ്ങൾക്കും വിമർശിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ ഞാൻ ജാസ്മിനെ മാത്രമല്ല വിമർശിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഞാൻ എല്ലാവരെയും വിമർശിച്ചിട്ടുണ്ട്, ഞാൻ ആരുടെയും ഫാനല്ല. ഓക്കെ, അതാണ് ആദ്യം പറയാനുള്ളത്. അപ്പോൾ ഈ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെലനോസ് പാട്ട ബിഗ് ബോസ് കാണാറില്ലായിരുന്നു എന്ന് പുള്ളിക്കാരത്തി തന്നെയാണ് ആദ്യത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുന്ന ആദ്യത്തെ വീഡിയോയിൽ ഹെലനോസ് പാട്ട പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബിഗ് ബോസിൻ കാണാറില്ല, എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആളാണ്. പിന്നെ പോകെ പോകെ ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോഴത്തേക്കും പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി ഇത് നല്ലൊരു കണ്ടൻറ്റാണ്, ഇതെടുത്തിട്ട് നമുക്ക് പൊരിക്കാം. അതായത് ജാസ്മിനെ കുറിച്ച് മാത്രമേ പുള്ളിക്കാരത്തി പറയുള്ളൂ, വേറെ ആരെക്കുറിച്ചും പറയില്ല. പിന്നെ ഒരാളെക്കുറിച്ചും കൂടെ പറയും, നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് അതിൻ്റെ ഉള്ളിൽ നല്ലത് ചെയ്യുമ്പോൾ മാത്രം പുള്ളിക്കാരത്തി പറയും. പിന്നെ നല്ലത് മാത്രമല്ല, ആദ്യം അതിൻ്റെ ഉള്ളിൽ കയറി ചെന്ന സമയത്ത് നമ്മുടെ ജാഫർക്ക പറഞ്ഞിട്ട് ജാസ്മിനോട് പുറത്തെ കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ, അതിനെതിരെ പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ട്, ഹെലനോസ് പാട്ട പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ഡോഗ് മരിച്ച സമയത്ത് ആ സീക്രട്ട് ഏജൻറ്റ് വിഷമിച്ച കഥയില്ലേ, അതായത് നമ്മുടെ സ്നേഹിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് പോയ സമയത്തുള്ള ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ ജാസ്മിൻ്റെ കുറ്റങ്ങളും കുറവുകളും അല്ലെങ്കിൽ ജാസ്മിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് കൂടിപ്പോയ ഒരു 10-25 വയസ്സുണ്ടാവുമായിരിക്കും ഹെലനോസ് പാട്ടയ്ക്ക് അല്ലേ. അപ്പോൾ 25 വയസ്സ് അല്ലെങ്കിൽ 26 വയസ്സുള്ള ഹെലനോസ് പാട്ട 65 വയസ്സുള്ള നമ്മുടെ ജാസ്മിൻ്റെ ഉപ്പേനെ ഉപദേശിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം എന്താണ്, ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെ പോലെ കണ്ടിട്ടാണ് പറയുന്നത്. അതായത് ഹെലനോസ് പാട്ട സ്വന്തം അച്ഛനെ വീട്ടിലിരുന്ന് അച്ഛനെ ഉപദേശിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അതൊക്കെ എന്തായാലും ആയിക്കോട്ടെ, പുള്ളിക്കാരത്തിൻ്റെ വീട്ടിലുള്ള കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ജാഫർക്കനോട് പുള്ളിക്കാരത്തി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുറത്തുള്ളവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന അതൊക്കെ സമ്മതിച്ച് അതെല്ലാം ഓക്കെയാണ്. പക്ഷേ അപ്പോൾ ഈ ജാസ്മിനും എന്നെപ്പോലെയുള്ളവരും ബാക്കിയുള്ളവരൊക്കെ പറയുന്നതും ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റായ കാര്യം തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ. കാരണം ജാസ്മിൻ്റെ മിസ്റ്റേക്കുകൾ മാത്രം എടുത്ത് ഇങ്ങനെ സംസാരിച്ച് അത് ജാഫർക്കാക്ക് അന്നേരം വിഷമം വരില്ലേ? അപ്പോൾ ഇത്രയും പ്രായമുള്ള ജാഫർക്കാക്കാനെ ഇപ്പോൾ ജാഫർക്ക പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരൻ ഗൾഫിലായിരുന്നു, നാട്ടിൽ വന്ന് മീൻ കച്ചവടം നടത്തി, അങ്ങനെ ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു, പല പല സിറ്റുവേഷനിലൂടെ നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ജാഫർക്കാക്കാനെ പോയിട്ട് ഉപദേശിക്കാനും മാത്രം വളർന്നോ നമ്മളെല്ലാം? ഇല്ലല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് കോമഡി ആയിട്ട് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ സംഭവം ഓക്കെയാണ്. നമ്മുടെ ഹെലനോസ് പാട്ട ബിഗ് ബോസ് കാണാറില്ല, പക്ഷേ ജാസ്മിനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ, ജാസ്മിൻ്റെ കുറ്റങ്ങൾ മാത്രമേ പറയുള്ളൂ. കുറ്റങ്ങൾ ഞാനും പറയാറുണ്ട്, ജാസ്മിൻ്റെ കാര്യങ്ങൾ പറയാറുണ്ട്. ജാസ്മിൻ്റെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഞാൻ എല്ലാവരുടെയും പറയാറുണ്ട്. ഞാൻ പിന്നെ ബിഗ് ബോസ് കാണാറില്ല എന്നും പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഫസ്റ്റ് സീസൺ മുതൽ കാണുന്നതാണ്. സെക്കൻഡ് സീസൺ മുതൽ ചെറിയ ചെറിയ വീഡിയോസ് ഇടാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഹെലനോസ് പാട്ടയുടെ വീഡിയോ ലാസ്റ്റ് വന്നത്. കാരണം ഹെലനോസ് പാട്ടയ്ക്ക് ഭയങ്കര വിഷമമുണ്ട്, ജാഫർക്ക ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നത് കണ്ടിട്ട്. സ്വന്തം മോളോടുള്ള ഇഷ്ടത്തിന് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജാഫർക്ക ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നത് കണ്ടിട്ട് ഹെലനോസ് പാട്ടയ്ക്ക് സങ്കടം തോന്നിയിട്ടാണ് പുള്ളിക്കാരത്തി ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല. പുള്ളിക്കാരത്തിക്ക് എങ്ങനെയെങ്കിലും നേരം വെളുത്തിട്ട് ഈ വീഡിയോ ഒന്ന് ഇടണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മുടെ ഹെലനോസ് പാട്ട ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും ഹെലനോസ് പാട്ടൻ്റെ ആ ഒരു
കരുതലിന് ജാഫർക്ക് എന്തായാലും ഈ പുള്ളിക്കാരത്തിൻ്റെ വീഡിയോ കണ്ടിട്ടൊരു റിപ്ലൈ കൊടുക്കണം. കാരണം ഇത്രയും കരുതലുള്ള ഒരു കുട്ടി സോഷ്യൽ മീഡിയയിലുള്ളത് തന്നെ നമുക്കൊരു അഭിമാനമാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെലനോസ് പാട്ട നമ്മുടെ ബിഗ് ബോസ് സീസൺ 6ൻ്റെ ഉള്ളിൽ ഒരുപാട് കണ്ടൻറ്റുകൾ വേറെ നടക്കുന്നുണ്ട്. അതായത് സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി എന്തോ ആക്കും എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര മലമറയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പുള്ളിക്കാരനെ ഇപ്പോൾ കാണാൻ പോലും ഇല്ല. അപ്പം അതൊക്കെ അതും കൂടെയൊക്കെ ഒന്ന് ചർച്ച ചെയ്യണം. പിന്നെന്താ വെച്ചാൽ ഗെയിമാണ്, പുറത്തുള്ള കാര്യങ്ങൾ ഗെയിമുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ജാഫർ ഖാനെ ഉപദേശിക്കാനൊക്കെ നമ്മുടെ ഹെലനോസ് പാട്ട വളർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉപദേശിക്കേണ്ട ഒരുപാട് പേര് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ വേറെ ഉണ്ട്. അപ്പോൾ അവരുടെ വീട്ടുകാരെയും വിളിച്ചിട്ട് ഉപദേശിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പേരിൽ നമ്മളൊന്നും വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും അല്ല. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് കുഴപ്പമില്ല. കാരണം നമ്മളൊക്കെ ആകെ അത്രയും പേരെ കാണുന്നുള്ളൂ. നമ്മുടെയൊക്കെ വീഡിയോസ് ആകെ അത്രയും പേരൊക്കെ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ താങ്കളെപ്പോലുള്ളവരുടെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷോപലക്ഷം ആൾക്കാർ കാണുന്ന വീഡിയോസാണ്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഒരു ഇതല്ല, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പം ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മൾ വീട്ടിൽ നമ്മുടെ സ്വന്തം അച്ഛനെ നമ്മൾ ചിലപ്പോൾ ഉപദേശിക്കുമായിരിക്കും. അത് പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് ആളുകളെ ഉപദേശിക്കാൻ നിന്നാൽ, അല്ലെങ്കിൽ പ്രായമുള്ളവരെ ഉപദേശിക്കാൻ നിന്നാൽ ചിലപ്പോൾ അവർ ആട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ്, ജാസ്മിൻ അതിൻ്റെ അകത്ത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ചെയ്യുന്നതെല്ലാം ഫുൾ നെഗറ്റീവൊക്കെ തന്നെ ആയിരുന്നു. കുറച്ച് മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞ് ഞാൻ ജാസ്മിൻ്റെ ഒരു സപ്പോർട്ടറോ ഫാനോ PR അല്ല എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. കാരണം എൻ്റെ പ്രീവിയസ് വീഡിയോസ് എല്ലാം എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അത്രയേ ഉള്ളൂ.